നമ്മളങ്ങനെ നയാഗ്ര ഫാൾസിൻ്റെ അവിടെ ബോട്ട് ടിക്കറ്റ് എടുത്ത് അവിടെ കയറാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അമേരിക്ക എന്നുള്ള ഫാൾസാണത്. നമ്മൾ ചെക്കിനും കഴിഞ്ഞ് താഴത്തോട്ട് പോവുകയാണ്. അത് ഈ വഴിക്കൂടെ ഇറങ്ങി പോകണം. ബോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിലൂടെ കയറി പോകണം. വണ്ടിയിൽ വളഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി പോകണം. ഇതാണ് താഴത്തോട്ട് ഇറങ്ങണം. ആ കാണുന്നതാണ് ഒറിജിനൽ നയാഗ്ര ഫാൾസ്. ഇത് അമേരിക്ക എന്നുള്ള ഏഞ്ചൽ ഫാൾസ് ആണ്. മരം നിൽക്കണതുകൊണ്ട് കറക്റ്റായിട്ട് കാണത്തില്ല. ഇനി ഇവിടുന്ന് ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൽ കയറി നമുക്ക് പോകണം. ഇത് 4th ഫ്ലോറാണ്. മൾട്ടിപ്പിൾ ലിഫ്റ്റ്സ് ഉണ്ട്. ചെല്ലുകയാണ്. അടിപൊളി ഏഞ്ചൽ ഫാൾസ് അല്ലേ ഇത്? ഏഞ്ചൽ ഫാൾസിൻ്റെ താഴെ അമേരിക്ക എന്നുള്ള ആ വെള്ളം ചാടുന്ന അമേരിക്ക എന്നാണ്. അമേരിക്ക എന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയുള്ള നമ്മൾ മേളിൽ നിന്ന് കണ്ട ആ ടവറാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഫാൾസിൻ്റെ അടിയിലോട്ടൊരു ഫെർണിക്കുലറുണ്ട്. ഇതിൽ കയറി വേണമെങ്കിൽ താഴത്തോട്ട് പോകാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് വന്നു. അവിടെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഫോട്ടോ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ചെറിയൊരു കഫറ്റേരിയ ഉണ്ട്. ഇവിടെയാണ് ട്രിപ്പിന് പോണേ. അങ്ങനെ നമുക്കിടാനുള്ള ജാക്കറ്റൊക്കെ കിട്ടി. നമുക്ക് പോയേക്കാം. എല്ലാവരും റെഡി ആവുന്നുണ്ട്. ഇനി ഈ വേഷത്തിലായിരിക്കും. വെള്ളാട്ട് പോക്കർ പോലെ. ഇത് വെള്ളാട്ട് പോക്കറല്ലേ, റെഡ് ആട്ട് പോക്കറാ. നോക്കട്ടെ, പോട്ടെ. മാത്യൂസ്, നിന്റെ ഗ്ലാസ് അപ്പടി വെറ്റാവൂലോ. അവിടുന്ന് അതിലാണ് കയറാൻ പോകുന്നത്. അവിടെ അമേരിക്കയുടെ ബ്രിഡ്ജാണ് കാണുന്നത്. അമേരിക്കൻ വ്യൂ, ഏഞ്ചൽ ഫാൾസ്, കാണുന്നത് നയാഗ്ര ഫാൾസ്. 4 ഫോട്ടോ എടുത്ത് 4 മറ്റേ പാക്കാന്മാരും ഉണ്ട്. ഇത് ഒരു കുട്ടിപ്പാക്ക. ഇത് അമേരിക്കൻ സൈഡിൽ നിന്നുള്ള ആൾക്കാർ പോണതാണ്. അവിടുത്തെ ഫ്ലാഗിൻ്റെ കളറിൽ ബ്ലൂ ഉള്ളതുകൊണ്ട് അവർ ബ്ലൂ കളർ ഇടുന്നു. ഇവിടെ കാനഡയുടെ ഇതുള്ളത്, അത് റെഡ്. ആ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കും. അമേരിക്കൻ ക്രൂസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നദി ഒഴുകുന്നതിൻ്റെ അപ്പുറം ഇപ്പുറമാണ്. അവിടെ നിന്നാണ് ഷിപ്പ് ലൈൻ തുടങ്ങുന്നത്. ഇവിടെ അമേരിക്കയിലുള്ള ബ്രിഡ്ജ്. അങ്ങനെ ക്രൂസിലോട്ട് കയറുകയാണ്. $32 അഡൽറ്റിന്, $22 പിള്ളേർക്കുമാണ് ആയത്. അങ്ങനെ നമ്മൾ ഇവിടെ കയറി.
വ്യൂവിന് വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങി. കലങ്ങി അടിച്ചൊഴുകാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഈ മേത്തം കേട്ടാ മതി. ഇവിടെ കെട്ടിത്തരാം. വ്യൂ വന്നു തുടങ്ങി. അതാണ് നയാഗ്ര ഫാൾസ്. ഏഞ്ചൽ ഫാൾസ് അമേരിക്കൻ ഫോൾസ്. അതിന്റെ ഏഞ്ചൽ ഫോൾസ് ഈ ഇടത്തെ സൈഡിലുള്ളത്. അതിന്റെ തൊട്ടടുത്തുള്ളത് ബ്രൈഡൽ വെയിൽ വാട്ടർഫോള്. ഏതാ കുഞ്ഞിത്? Or the left side of the boat, where you will pass the Niagara Falls. It can best be described as the American side of Niagara Falls, which in comparison is a smaller waterfall that lies far to the left of the Horseshoe Falls and is located between Prospect Park and Luna Island. According to scientific study and historical research, it has been concluded that the American Falls will eventually transform into a succession of descending rapids. The American side. The high flow rate The American side. fall in large sections of bedrock from the American Falls, which is composed of soft shale and limestone. Though the height of the American Falls is higher than the Canadian counterpart, all stunts were performed from the Canadian Horseshoe Falls, which is more popular with its immense water flow rate of 1,075 feet. 75,000 gallons or 8,800 liters per second. And a recent notable rockfall. In 1954, a large section broke off and fell near the end of Prospect Point. Next is Bridal Head Falls, the smallest of the three waterfalls. Niagara Falls, more specifically, is the name of three waterfalls: the American, the Bridal Head, and the Horseshoe Falls. The Canadian side of Niagara Falls, with the highest flow rate and natural beauty located between Goat Island and Table Rock, is known as the Horseshoe Falls. As a natural wonder of the world, the Horseshoe Falls name derives from the crescent, horseshoe-shaped crescent, and the city of Niagara Falls is by millions of visitors all over the world each year. Geological studies and the history of Niagara Falls indicate that the falls are located on the average rate of erosion in the Niagara Falls was as much as 1 meter per year until the early 1950s. Since then, the water diversion channels and canals used for generating electricity have decreased the water flow, reducing the erosion of Niagara Falls, and to this day, Niagara Falls remains a clean and significant source of മഴ പെയ്യണ പോലെയാണ്. മഴ പെയ്യണ പോലെയാണ്. അങ്ങനെ ഫാൾസിനോട് ഇവിടെ പറഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു പോരുകയാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് തീരുകയാണ്. അമേരിക്കൻ സൈഡിലുള്ള ആൾക്കാരുടെ വ്യൂ പോയിന്റ് അവർ വന്ന്, അമേരിക്കക്കാരാണ് ബ്ലൂ കളർ ഇട്ടുകൊണ്ട് വെക്കണേ, അവരുടെ ഫ്ലാഗിലുള്ള ബ്ലൂ ഇവിടെ നിന്ന് കാണാം. അതിന്റെ മേളിൽ ചാടി അടിപൊളിയായിരിക്കും അല്ലേ? അയ്യോ, ഇവിടെ നിന്നാ നല്ല വ്യൂ ഉണ്ട്. അവിടെ 2 ഫ്ലാഗ് നിൽക്കണ കണ്ടോ? അതിന്റെ
അതിൻ്റെ അവിടെയുള്ള ഒരു സ്ട്രീറ്റിലേക്ക് അതാണ് അമേരിക്കയും കാനഡയും. ലെഫ്റ്റ് സൈഡിൽ അമേരിക്ക, റൈറ്റ് സൈഡിൽ അമേരിക്ക, ലെഫ്റ്റ് സൈഡിൽ കാനഡ. അതാണ് പാർട്ടീഷൻ. ഈ ബ്രിഡ്ജിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി. നമ്മൾ മേളിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോട്ടോ എടുത്തതിൻ്റെ കോപ്പി നമുക്ക് കിട്ടും. ഒരു യെല്ലോ സ്റ്റിക്കർ തന്നിട്ടുണ്ട്, ഫോട്ടോ ഗാലറി എന്ന് പറഞ്ഞ്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇത് കിട്ടും. മാത്രമല്ല ഇവിടെ നിന്ന് വ്യൂ ഉണ്ട്, വാട്ടർഫോളിൻ്റെ വ്യൂ ഉണ്ട്.